പോലീസ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഇ-ബീറ്റ് പദ്ധതിയിലെ അഴിമതിയുടെ കൂടുതൽ രേഖകൾ പുറത്ത്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ബാംഗ്ലൂരിലെ വൈഫിനിറ്റി ടെക്നോളജി മറ്റ് സ്ഥാപനങ്ങൾക്ക് പദ്ധതിയുടെ ഉപകരാറുകൾ നൽകിയതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. ഉപകരാറുകൾ നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞാണെങ്കിലും തടഞ്ഞില്ല. റിപ്പോർട്ടർ അന്വേഷണം തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു തുടരുന്നു. 1.87 കോടി രൂപയുടെ ഇ-ബീറ്റ് പദ്ധതിക്ക് കേരള പോലീസ് കരാർ നൽകിയത് വൈഫിനിറ്റി ടെക്നോളജി എന്ന സ്ഥാപനത്തിന്. എന്നാൽ ഈ രേഖകൾ കാണുക. തിരുവനന്തപുരം കവടിയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജഗത് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച കത്താണിത്. വൈഫിനിറ്റി ടെക്നോളജി എന്ന സ്ഥാപനം പൂട്ടിയെന്നും ഇ-ബീറ്റ് പദ്ധതി പൂർത്തിയാക്കാൻ തങ്ങളെ ഏൽപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. കരാർ പ്രകാരം പദ്ധതി പ്രവർത്തികൾ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കാൻ പാടില്ല. ജഗത് ട്രേഡേഴ്സിന്റെ ലെറ്റർ പാഡിലെ വിലാസം അന്വേഷിച്ച് ചെന്നപ്പോൾ എത്തിയത് തലസ്ഥാനത്തെ ഒരു വീട്ടിലും. മാത്രവുമല്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജഗത് ട്രേഡേഴ്സിന്റെ പ്രതിനിധി പങ്കെടുക്കുകയും ചെയ്തു. പദ്ധതിയിൽ മറ്റു ചില കമ്പനികളുടെ സാന്നിധ്യവും ദുരൂഹത ഉണർത്തുന്നുണ്ട്. വൈഫിനിറ്റിക്ക് വേണ്ടി മോബ്മി എന്ന സ്ഥാപനം നടത്തിയ ഇടപെടലും സംശയാസ്പദമാണ്. സെർവറുമായി ബന്ധപ്പെട്ട് കലക്ടറുമായി സംസാരിച്ചത് മോബ്മി ആണെന്ന് രേഖകൾ തെളിയിക്കുന്നു. മോബ്മി എന്ന കമ്പനിക്ക് ഈ ഇടപാടിലുള്ള റോളും അന്വേഷണത്തിലൂടെ വെളിവാക്കപ്പെടേണ്ടതുണ്ട്. ഇ-ബീറ്റ് പദ്ധതിയുടെ മറവിൽ പോലീസ് ആസ്ഥാനത്ത് നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന തെളിവുകൾ. അഴിമതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം ശക്തമാകുന്നത് ഈ തെളിവുകളുടെ പിൻബലത്തിലാണ്. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.